പിശാച് ഏറ്റവും കൂടുതൽ മനുഷ്യരിലേക്ക് അടുക്കുന്ന കാലഘട്ടം ഏതാണെന്നറിയാമോ? അത് നോമ്പ് കാലഘട്ടമാണ്. മനുഷ്യർ പ്രാർത്ഥനയിലും പരിത്യാഗത്തിലും ഉപവാസത്തിലും ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന ഒരു സമയത്താണ് പിശാച് ഏറ്റവും കൂടുതൽ പൈശാചികമായിട്ടുള്ള അസ്വസ്ഥതയുമായിട്ട് മനുഷ്യരിലേക്ക് കടന്നു വരിക. അപ്പോൾ നോമ്പ് കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോമ്പ് അതിൻ്റേതായിട്ടുള്ള അഭിഷേകത്തിലും അർത്ഥത്തിലും ആ പൂർണ്ണതയിലെടുത്ത് ജീവിക്കുന്ന വ്യക്തികളിലേക്ക് പൈശാചിക സ്വാധീനം കൂടുതലായിരിക്കും. വേറെ ഒരു സമയത്തും ഒരു കാലഘട്ടത്തിലും അനുഭവിക്കാത്ത പ്രത്യേക തരത്തിലുള്ള ഒരു പൈശാചിക സ്വാധീനം അല്ലെങ്കിൽ പൈശാചികമായിട്ടുള്ള അസ്വസ്ഥതകൾ ഈ നോമ്പ് കാലഘട്ടത്തിൽ പ്രത്യേകം നോമ്പെടുത്ത് പ്രാർത്ഥിക്കുന്ന വ്യക്തികളിലേക്ക് ധാരാളമായിട്ട് കടന്നു വരും. ഇതിന് ഉത്തമ ഉദാഹരണം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ ആദ്യ ഭാഗം ഒന്ന് വായിച്ചു നോക്കുക. 4-ാം അധ്യായത്തിൻ്റെ 2-ാം തിരുലിഖിതത്തിൽ വചനം പറയാണ്, അവൻ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ട് 40 ദിവസം അവിടെ കഴിഞ്ഞുകൂടി എന്ന വചനം പറയുന്നത്. 3 പ്രാവശ്യം പിശാച് ഈശോയുടെ അടുക്കിലേക്ക് കടന്നു വന്നിട്ട് വ്യത്യസ്തമായിട്ടുള്ള പരീക്ഷണങ്ങളിലൂടെ ഈശോയെ പരീക്ഷിക്കുന്നുണ്ട്. ഈശോയുടെ ജീവിതത്തിൽ എപ്പോഴാണ് പിശാച് പ്രത്യക്ഷമായിട്ട് പരീക്ഷിക്കാനായിട്ട് കടന്നു വരുന്നത്? ഈശോ വീട്ടിലായിരിക്കുന്ന സമയത്താണോ? ഈശോ പത്രോസിൻ്റെ ഭവനത്തിലായിരിക്കുന്ന സമയത്താണോ? ഈശോ സിനഗോഗിലായിരിക്കുന്ന സമയത്താണോ? ഈശോ മറ്റെവിടെയെങ്കിലും സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണോ പിശാച് വരുന്നത്? അല്ലെങ്കിൽ ഈശോ അത്ഭുതം ചെയ്യുന്ന സമയത്ത് അത് തടയാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവിടെ പരീക്ഷിക്കാനായിട്ടാണോ പിശാച് വരുന്നത്? ഈ അത്ഭുതം ചെയ്യുന്ന സമയത്തോ സുവിശേഷം പ്രസംഗിച്ച സമയത്തോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ആയിരിക്കുന്ന സമയത്തോ ഒന്നുമല്ല പിശാച് ഈശോൻ്റെ അടുക്കിലേക്ക് പരീക്ഷിക്കാനായിട്ട് വരുന്നത്. ഈശോ മരുഭൂമിയിൽ 40 ദിനരാത്രങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്താണ് പിശാച് കടന്നു വരുന്നത്. അപ്പോൾ ഓർക്കുക, പിശാച് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു സമയത്താണ് ഈശോയുടെ അടുക്കിലേക്ക് കടന്നു വരുന്നത്. അതെന്തുകൊണ്ടാണെന്ന് അറിയുമോ? പിതാവായ ദൈവം ഈശോയ്ക്ക് കൊടുക്കാൻ പോകുന്ന ആ ദൈവിക ശക്തി, ആ പവർ, അതെങ്ങനെയെങ്കിലും തടയുക എന്നുള്ളതായിരുന്നു പിശാചിൻ്റെ പ്രധാന ലക്ഷ്യം. ഈ പവർ ഈശോയ്ക്ക് കിട്ടുന്നത് ഈശോ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്താണ്. ഈശോയിലേക്ക് കടന്നു വരുന്ന ആ ദൈവിക ശക്തി, ആ അഭിഷേകം എങ്ങനെയെങ്കിലും തടയുക എന്നുള്ളതായിരുന്നു പിശാചിൻ്റെ ഏക ലക്ഷ്യം. കാരണം ഈ ഉപവാസവും പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് വലിയ അഭിഷേകത്തോടെ ഈശോയുടെ ദൗത്യം ആരംഭിക്കാനായിട്ട് ഈശോ പോകുകയാണ്. ആ പോകുന്നതിന് മുമ്പ് പിതാവിൽ നിന്ന് വലിയ ശക്തി സ്വീകരിച്ച് അഭിഷേകം സ്വീകരിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മരുഭൂമിയിലേക്ക് 40 ദിനരാത്രങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിക്കാനായിട്ട് പോയത്. ഈശോയുടെ പരസ്യ ജീവിതം അത്ര എളുപ്പമായിരിക്കില്ല എന്ന് ഈശോയ്ക്ക് വളരെ നന്നായിട്ട് അറിയായിരുന്നു. പരസ്യ ജീവിതത്തിൽ ഈശോയ്ക്ക് ശത്രുക്കൾ ഉണ്ടാകുമെന്നും ഈശോ സഹിച്ച് പിന്നീട് മരിക്കേണ്ടി വരുമെന്നും ഈശോയ്ക്ക് വളരെ നന്നായിട്ട് അറിയാമായിരുന്നു. അപ്പോൾ ഈ സഹനങ്ങളെയും ഈ പരസ്യ ജീവിതത്തിലെ വലിയ ബുദ്ധിമുട്ടുകളെയൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് ഈശോ പ്രാർത്ഥിക്കാനായിട്ട് പോയി, ത്യാഗം ചെയ്ത് ഉപവസിച്ച് പ്രാർത്ഥിക്കാനായിട്ട് പോയി. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ നോമ്പ് കാലം നമ്മൾ പ്രാർത്ഥനയിലും പരിത്യാഗത്തിലുമൊക്കെ ജീവിക്കുമ്പോൾ നമ്മളിലേക്ക് വലിയ ശക്തി വരും, വലിയ അഭിഷേകം വരും. എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയാമോ? മുന്നോട്ട് നമ്മൾ അഭിമുഖീകരിക്കാനായിട്ട് പോകുന്ന വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ അതിജീവിക്കാനുള്ള ഒരു ശക്തി, ആ ശക്തി നമുക്ക് കിട്ടുന്നത് ഈ നോമ്പ് കാലത്താണ്. അത് പ്രാർത്ഥിക്കുമ്പോഴാണ്, ത്യാഗം ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഈ നോമ്പ് കാലഘട്ടത്ത് വലിയ പ്രാർത്ഥനയിലൂടെയും പരിത്യാഗത്തിലൂടെയൊക്കെ ജീവിക്കുന്നവർ ജാഗരൂകരായിരിക്കണം. അവർ പ്രത്യേകം കർത്താവിൽ നിന്ന് വലിയ സംരക്ഷണം കിട്ടാനായിട്ട് പ്രാർത്ഥിക്കണം. സംരക്ഷണ പ്രാർത്ഥന തന്നെ എല്ലാ ദിവസവും ചൊല്ലി പ്രാർത്ഥിക്കുകയാണെങ്കിൽ അത് വലിയൊരു അനുഗ്രഹമായിരിക്കും. സംരക്ഷണ പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ 91-ാം സങ്കീർത്തനം ചൊല്ലി പ്രാർത്ഥിക്കുകയാണെങ്കിൽ അത് വലിയൊരു അനുഗ്രഹമായിരിക്കും, വലിയൊരു സംരക്ഷണമായിരിക്കും. അപ്പോൾ ഈ നോമ്പ് കാലഘട്ടത്ത് നല്ല പ്രാർത്ഥനയിലും പരിത്യാഗത്തിലൊക്കെ ജീവിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് വലിയ അഭിഷേകവും ശക്തിയും നമ്മളിലേക്ക് എത്തട്ടെ എന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നല്ല ഈശോയെ, ഈ നോമ്പ് കാലഘട്ടം വലിയ അഭിഷേകമാകുവാൻ അവിടുന്ന് എന്നെ അനുഗ്രഹിക്കണമേ. കർത്താവെ, ആത്മാർത്ഥതയോടെ ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുവാനുള്ള ശക്തി എനിക്ക് നൽകണമേ. പൈശാചിക പ്രലോഭന ശക്തികളിൽ നിന്ന് വലിയ സംരക്ഷണം എൻ്റെ ദൈനംദിന ജീവിതത്തിൽ എനിക്ക് നൽകണമേ. ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. മുന്നോട്ടുള്ള ജീവിതത്തിൽ കടന്നു വന്നേക്കാവുന്ന എല്ലാ സഹനങ്ങളെയും എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് ജീവിക്കുവാനുള്ള പ്രത്യേക കൃപയും ശക്തിയും അഭിഷേകവുമെല്ലാം ഈ നോമ്പ് കാലഘട്ടത്ത് എനിക്ക് നൽകണമേ എന്ന് ഈശോയോട് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഒരു ആശീർവാദം സ്വീകരിക്കാം.